അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 59 നാലാമത്തെ ചോദ്യം പറയാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി അതിൽ ബാക്കിയുണ്ട്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററും അവസാനിച്ചു. അപ്പോൾ നമുക്ക് ഈ 5ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇൻ ദി പിക്ചർ ബിലോ ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ് ഓഫ് ബ്ലൂ ട്രയാങ്കിൾ ആർ joined to make the smaller green triangle. The red line is a median of the large triangle. അതായത് നമുക്കിവിടെ ഒരു ത്രികോണം, ആ ത്രികോണത്തിൻ്റെ മിഡ് പോയിൻറ്റ്സുകൾ 3 തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചെറിയ ത്രികോണം ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ വലിയ ത്രികോണത്തിൻ്റെ മീഡിയനാണ്, അതായത് നടുവരയാണ് ഈ വര. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ദിസ് മീഡിയൻ ബൈസെക്ട് ദി ടോപ്പ് സൈഡ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ. അതായത് ഈ നടുവര ഈ സൈഡിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നു എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ആദ്യം ത്രികോണത്തിൻ്റെ പേര് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വലിയ ത്രികോണത്തിന് BC. ഇനി ഓരോ വശത്തിൻ്റെയും മിഡ് പോയിന്റ് നമുക്ക് ഒരു പേര് കൊടുക്കാം. ABC DEF. ഇനി ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് നമുക്ക് G എന്നും പേര് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചോദ്യത്തിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതായത് ഈ നടുവര ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ FGയും GEയും ഈക്വലാണ് അല്ലേ. അത്ര മാത്രം നാം പ്രൂവ് ചെയ്താൽ മതി. അതായത് നാം ചെയ്യേണ്ടത് പ്രൂവ് FG is equal to GE. അത്രയേ ഉള്ളൂ. നാം പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു ത്രികോണത്തിലെ മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന ഒരു ചതുർഭുജം എപ്പോഴും എന്തായിരിക്കും? ഒരു സമാന്തരികമായിരിക്കും അല്ലേ, ഒരു പാരലോഗ്രാം ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമുക്കറിയാം, ഒരു സമാന്തരികത്തിൻ്റെ എപ്പോഴും വികർണങ്ങൾ, ഇതാണ് വികർണങ്ങൾ അല്ലേ. വികർണങ്ങൾ എപ്പോഴും എന്തായിരിക്കും? പരസ്പരം സമഭാഗം ചെയ്യും അല്ലേ. അതായത് ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം, ഇതൊരു ABC എന്ന് പറഞ്ഞ ത്രികോണം. ആ ത്രികോണത്തിൻ്റെ ഈ മധ്യബിന്ദുക്കൾ, ഓരോ സൈഡുകളുടെയും മധ്യബിന്ദുക്കളും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒരു സമാന്തരികം കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് ഒരു സമാന്തരികമാണെന്ന് തെളിയിക്കണം അല്ലേ. അപ്പോൾ ഒരു സമാന്തരികമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കണം? പാരലലായിരിക്കണം, മാത്രമല്ല ഈക്വലും ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് 2 വശങ്ങളും ഈക്വലാണ്, അത് പാരലാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരമായി. അതല്ലെങ്കിൽ ഈ 2 വശങ്ങളും ഈക്വലാണ്, അത് പാരലാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇതാണ് നമ്മുടെ സമാന്തരികം. മനസ്സിലായല്ലോ? ഈ സമാന്തരികത്തിൻ്റെ വികർണങ്ങളാണ് ഇവ എന്ന് നാം പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എഴുതാം, കൺസിഡർ ട്രയാങ്കിൾ ABC. ത്രികോണം ABC പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വശങ്ങൾ DEയും AFുമാണ് അല്ലേ. ഈ 2 വശങ്ങളാണ് ആവശ്യം. അപ്പോൾ നമുക്ക് AF DEക്ക് ഈക്വൽ ആണ് എന്ന് നാം പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം എന്ത് എഴുതാം? AF ഈസ് ഈക്വൽ ടു ABയുടെ പകുതിയാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. AF ഈക്വൽ ടു അര AB. ABയുടെ പകുതിയാണ് AF. അതിൻ്റെ റീസൺ എന്താണ്? F അതിൻ്റെ മിഡ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ F ഈസ് ദി മിഡ് പോയിന്റ്. ED ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ED ഈ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. 3ാമത്തെ വശത്തിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും അല്ലേ. മാത്രമല്ല അതിന് പാരലലായിരിക്കും. അപ്പോൾ ED എത്ര ഉണ്ടായിരിക്കും? ABയുടെ പകുതി തന്നെയാണ് അല്ലേ. അപ്പോൾ ED ഈക്വൽ ടു അര AB. ED ഈസ് പാരലൽ ടു AB. അപ്പോൾ ഇത് നമ്മുടെ 1ാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കട്ടെ. ഇത് നമ്മുടെ 2ാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇനി നോക്കിയാൽ AF
അര എ ബിക്ക് ഈക്വലാണ്, ഇ ഡിയും അര എ ബിക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ എ എഫും ഇ ഡിയും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 എന്ത് വരും? നമുക്ക് എഴുതാം എ എഫ് ഈസ് ഈക്വൽ ടു ഇ ഡി എന്ന് എഴുതാം. എ എഫും ഇ ഡിയും ഈക്വലാണ്. എ എഫും ഇ ഡിയും ഈക്വലാണ്. ആൻഡ് മാത്രമല്ല എന്താണ്, ഈക്വലായി മാത്രം പോരാ, എന്ത് വേണം? പാരലായിരിക്കണം അല്ലേ. ആൻഡ് എ എഫ് ഈസ് പാരൽ ടു ഇ ഡി. ദെയർഫോർ എ എഫ് ഡി ഇ അല്ലേ, ഇത് എ എഫ് ഡി ഇ ഈസ് എ എഫ് ഡി എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണ്. അപ്പോൾ എ എഫ് ഡി ഇ ഒരു സാമാന്തരികമാണെങ്കിൽ അതിൻ്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എഫ് ജി സീക്വൽ ടു ജി ഇ ആയിരിക്കും, എ ജി സീക്വൽ ടു ഡി ജി ആയിരിക്കും അല്ലേ. എഫ് ജി ഈക്വൽ ടു ജി ഇ, അതേപോലെ തന്നെ എ ജി ഈക്വൽ ടു ജി ടി. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? എഫ് ജിയും ജി ഇയും ഈക്വൽ ആണ് എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എഫ് ജി ഈക്വൽ ടു ജി ഇ. അതിനെന്താണ് റീസൺ? ഡയഗണൽസ് അല്ലേ, ബൈസെക്സ് ഈച്ച് അതർ. വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതിൽ എന്താണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദി ലാർജ് ആൻഡ് സ്മോൾ ട്രയാങ്കിൾസ് ആർ ദി സെയിം. അതായത് ഈ വലിയ ത്രികോണത്തിൻ്റെയും ഈ ചെറിയ ത്രികോണത്തിൻ്റെയും സെൻട്രോയിഡ് മധ്യമകേന്ദ്രം എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ മീഡിയൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഈ സെൻട്രോയിഡ് അല്ലേ. അതായത് ഇപ്പോൾ വലിയ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ എയിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വശത്തേക്കുള്ള മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരയാണ് ഈ മീഡിയൻ. ഇനി നമുക്ക് ഈ ബിയിൽ നിന്ന് എ സിയുടെ മധ്യബിന്ദു അതായത് ഇയിലേക്ക് വരയ്ക്കുന്നതാണ് ഈ ബി ഇ എന്ന് പറയുന്നതാണ് ഈ വലിയ ത്രികോണത്തിൻ്റെ അടുത്ത മീഡിയൻ അല്ലേ. ഇനി നമുക്ക് സിയിൽ നിന്ന് ഈ എ ബിയുടെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്നതാണ് അടുത്ത മീഡിയൻ ഇത്. അപ്പോൾ ഇവ തമ്മിൽ ഇവിടെ കൂട്ടിമുട്ടി. ഇനി നമുക്ക് ചെറിയ ത്രികോണം എടുത്തു നോക്കൂ. ചെറിയ ത്രികോണത്തിൻ്റെ ഇപ്പോൾ ഈ ഡി എടുത്തു. ഡിയിൽ നിന്ന് ചെറിയ ത്രികോണത്തിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മധ്യബിന്ദുവിലേക്ക് നാം ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ വരയ്ക്കുന്ന വര തന്നെയാണ് നാം വലിയ ത്രികോണത്തിന് വരച്ച അതേ വരയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത് അല്ലേ. ഇനി നമുക്ക് ഇയിൽ നിന്ന് വരച്ചു നോക്കിയേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ വശത്തിൻ്റെ മധ്യബിന്ദുവിലേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നാം നേരത്തെ വരച്ച വരയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത്. അതേ രൂപത്തിൽ തന്നെയാണ് ഇതും. നമുക്കറിയാം ഈ ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതാണ് നമ്മുടെ ചെറിയ ത്രികോണം. അതായത് ഈ ചെറിയ ത്രികോണത്തെ ഈ സൈഡ് എഫ് ഇ എന്ന് പറയുന്നത് ഈ ബി സി എന്ന് പറയുന്ന വശത്തിന് സമാന്തരമാണ്. മാത്രമല്ല അതിൻ്റെ പകുതിയുമായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഈ വശം എ സിക്ക് പകുതിയാണ്, എ സിക്ക് പാരലുമാണ്. ഇനി ഈ വശം എടുത്ത് നോക്കുക. ഡി ഇ എന്ന് പറയുന്ന വശം എ ബിയുടെ പകുതിയാണ്, എ ബിക്ക് പാരലാണ്. അതായത് ഈ ചെറിയ ത്രികോണവും ഈ വലിയ ത്രികോണം എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്, സമാന ത്രികോണങ്ങളാണ് അല്ലേ. മാത്രമല്ല ഈ ചെറിയ ത്രികോണത്തിൻ്റെ ഓരോ മൂലകളും വലിയ ത്രികോണത്തിൻ്റെ ഈ വശത്തിൻ്റെ മധ്യബിന്ദുക്കളാണ് അല്ലേ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നാം ഈ വലിയ ത്രികോണത്തിൻ്റെ ഒരു മീഡിയൻ അതായത് ഈ മൂലയിൽ നിന്ന് എ ഡി വരയ്ക്കുമ്പോൾ ഈ എ ഡി വന്ന് മുട്ടുന്നത് ബി സിയുടെ മധ്യബിന്ദുവിലാണ് അല്ലേ. ബി സിയുടെ മധ്യബിന്ദു എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ത്രികോണത്തിൻ്റെ മൂലയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ലൈനും സെയിം ആയിരിക്കും. അതേ രൂപത്തിൽ തന്നെ ഇവിടെ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന നടുവര ഇയിൽ കൂട്ടിമുട്ടുന്നു. ഇ എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിൻ്റെ ഒരു മൂലയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മീഡിയൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ചെറിയ ത്രികോണത്തിൻ്റെ മീഡിയൻ. അതേ രൂപത്തിൽ തന്നെ ഈ മീഡിയൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ത്രികോണത്തിൻ്റെ ഈ മീഡിയൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഈ ചെറിയ ത്രികോണത്തിൻ്റെ ഈ വശം ഡി ഇ പാരൽ ടു എ ബി. മാത്രമല്ല ഡി ഇ
സീക്വൽ ടു അര എ ബി. എഫ് ഇ എന്ന് പറയുന്ന വശം ഏതിന് പാരലാണ്? ആൻഡ് എഫ് ഇ സീക്വൽ ടു ഹാഫ് ബി സി. ബി സിയുടെ പകുതിയും കൂടിയാണ്. പാരലൽ ടു എ സി. എ സിക്ക് പാരലാണ്. ആൻഡ് ഡി എഫ് സീക്വൽ ടു അര എ സി. ചെറിയ ത്രികോണത്തിൻ്റെ ഓരോ വശങ്ങളും വലിയ ത്രികോണത്തിൻ്റെ ഓരോ വശങ്ങളുമായി പാരലാണ് അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളുകളും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം അല്ലേ? ദർഫോർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഡി ഇ എഫ് ആർ സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ ഇവ രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. മാത്രമല്ല ചെറിയ ത്രികോണത്തിൻ്റെ വെർട്ടിക്സ് എന്താണ്? വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മിഡ് പോയിന്റ്സ് ആണ്. ആൻഡ് ദി വെർട്ടിക്സ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ is the midpoints of the sides of large triangle. അപ്പോൾ ചെറിയ ത്രികോണത്തിന്റെ മൂലകൾ വലിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. So the medians of small triangle is the segments of the medians of large triangle. So the medians of small triangle is the segments of the medians of large triangle. ആയതിനാൽ ചെറിയ ത്രികോണത്തിൻ്റെ നടുവരകൾ വലിയ ത്രികോണത്തിൻ്റെ നടുവരകളുടെ ഓരോ ഭാഗങ്ങളാണ്. മനസ്സിലായല്ലോ? സോ ദി സെൻട്രോയിഡ്സ് ആർ സെയിം. ആയതിനാൽ അവയുടെ മധ്യമകേന്ദ്രം സെയിം ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കതിൽ ഒരു ചോദ്യം കൂടിയുണ്ട് അല്ലേ? അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ഒരു വലിയ ത്രികോണം എ ബി സി എന്ന് പറയുന്ന ഒരു വലിയ ത്രികോണം. ഈ ത്രികോണത്തിൻ്റെ ലംബകേന്ദ്രമാണ്, അതായത് ഓർത്തോ സെൻറ്ററാണ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് എ ഈസ് ദി ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. അതായത് വലിയ ത്രികോണം എ ബി സിയുടെ ലംബകേന്ദ്രം എച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രികോണം എച്ച് ബി സിയുടെ ലംബകേന്ദ്രം എ ആണെന്ന് നാം പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ ലംബകേന്ദ്രം, അതായത് ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ത്രികോണത്തിൻ്റെ 3 ലംബങ്ങളും അല്ലേ, ഓരോ വശത്തിലേക്കുള്ള 3 ലംബങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഓർത്തോ സെൻറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്റർ എ ബി സിയുടെ ഓർത്തോ സെൻറ്റർ എച്ച് ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമുക്ക് ഓരോ സൈഡായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ബി സി എന്ന് പറഞ്ഞ ഒരു വശം, ഈ വലിയ ത്രികോണത്തിൻ്റെ ബി സി എന്ന് പറഞ്ഞ വശം. അപ്പോൾ ബി സിയിലേക്ക് എയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ലംബം വരയ്ക്കാം. അപ്പം ഇങ്ങനെ വരച്ചപ്പോൾ ഇതാണ് ഒരു ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? നമുക്കിവിടെ എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ഒരു ഓൾട്ടിറ്റ്യൂഡാണ് എ ഡി എന്ന് പറയുന്നത്. ഒരു ലംബമാണ് എ ഡി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത വശം ഏതാണ്? എ സി എന്ന് പറഞ്ഞ വശം. എ സി എന്ന് പറഞ്ഞ വശത്തേക്കുള്ള ലംബം ഏതാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് അല്ലേ, ബിയിൽ നിന്ന് ഇങ്ങോട്ട് ലംബം വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ലംബം. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പോൾ ബി ഇന്ന് കൊടുക്കുക ഈ പോയിന്റ് നമുക്ക്. അപ്പോൾ ബി ഇ എന്ന് പറയുന്നത് ഈ വലിയ ത്രികോണത്തിൻ്റെ ഒരു ലംബമാണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിൻ്റെ അടുത്ത വശം ഏതാണ്? എ ബി എന്ന് പറയുന്ന വശം. അപ്പോൾ എ ബി എന്ന് പറയുന്ന വശത്തേക്കുള്ള ലംബം ഏതാണ്? സിയിൽ നിന്ന് അല്ലേ, ഇങ്ങനെ പോകുന്നു. ഇതാണ് ലംബം. ഇവിടെ 90 ഡിഗ്രി വീതം. അപ്പോൾ ഈ 3 ലംബങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റാണ്, അതായത് ലംബകേന്ദ്രം. അത് എച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ആദ്യം ഈ വലിയ ത്രികോണത്തിൻ്റെ
ലംബങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതാം. ഏതാണ് ലംബം? ഒന്ന് എ ഡി അല്ലേ, എ ഡി ആണ് ഒരു ലംബം. അപ്പോൾ എ ഡി ഏതിന് ലംബമാണ്? പെർപെൻഡിക്കുലർ ടു ഏത് സൈഡിനാണ്? ബി സിക്ക് അല്ലേ. അപ്പോൾ ബി സിക്ക് ലംബമായിട്ടുള്ളത് എ ഡി. ഇനി എ സി എന്ന വശത്തിന് ലംബമായിട്ടുള്ളത് ഏതാണ്? അതിൻ്റെ ലംബം ബി ഇ ആണ് അല്ലേ. അതായത് ബി ഇ പെർപെൻഡിക്കുലർ ടു ഏതിന്? എ സി. അപ്പോൾ നമുക്ക് രണ്ട് ലംബങ്ങൾ വലുത്. ഇനി നമുക്ക് ഏതാണ് അടുത്ത വശം? എ ബി അല്ലേ. എ ബിക്കുള്ള ലംബം ഏതാണ്? സി. ഇവിടെ നമുക്ക് ഡി ഇ എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ എ ബി എന്ന വശത്തേക്കുള്ള ലംബം ഏതാണ്? സി എഫ് അല്ലേ. അതാണ് ലംബം. സി എഫ് പെർപെൻഡിക്കുലർ ടു ഏതിന്? എ ബിക്ക്. അപ്പോൾ ഇതാണ് വലിയ ത്രികോണത്തിൻ്റെ 3 വശത്തേക്കുള്ള ലംബങ്ങളാണ് എ ഡിയും ബി ഇയും സി എഫും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചെറിയ ത്രികോണത്തിൻ്റെ കാര്യം എടുക്കാം. ചെറിയ ത്രികോണത്തിൻ്റെ ലംബങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ചെറിയ ത്രികോണത്തിനായാലും എങ്ങനെ വേണം? ഓരോ മൂലയിൽ നിന്ന് അതിൻ്റെ എതിർവശത്തേക്ക് വരയ്ക്കുന്ന 90 ഡിഗ്രിയിൽ വരയ്ക്കണം അല്ലേ. അതാണ് ലംബങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചെറിയ ത്രികോണം, ത്രികോണം എച്ച് ബി സി. അപ്പോൾ ഈ വശം ബി സി എന്ന് പറഞ്ഞ വശം എടുക്കാം ആദ്യം നമുക്ക്. ബി സി എന്ന വശത്തേക്കുള്ള ലംബം ഏതാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ, ആ കോർണർ അതായത് ഇവിടെ എച്ച് അല്ലേ, എച്ച് എന്ന് പറഞ്ഞ ഈ കോർണർ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലംബം. ബി സി എന്ന വശത്തിലേക്കുള്ള ലംബമാണ് എച്ച് ഡി അല്ലേ. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഈ എ ഡി എന്ന് പറയുന്നത് ബി സിയിലേക്കുള്ള ലംബമാണ് അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ ലൈൻ തന്നെയാണ് എച്ച് ഡിയും അല്ലേ. അപ്പോൾ എച്ച് ഡി എന്ന് പറയുന്നത് എന്താണ്? ബി സിയിലേക്കുള്ള ഒരു ലംബമാണ്. ഈ രണ്ട് ത്രികോണങ്ങളുടെയും കോമൺ സൈഡാണ് ബി സി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. എ ഡി ബി സിക്ക് ലംബമാണ്. ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എച്ച് ഡിയും ബി സിക്ക് ലംബമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എച്ച് ഡി പെർപെൻഡിക്കുലർ ടു ബി സി. അപ്പോൾ നമുക്ക് ചെറിയ ത്രികോണത്തിലെ ഒരു വശത്തിലേക്കുള്ള ലംബം കിട്ടി, എച്ച് ഡി എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എ ഡി എന്ന് പറയുന്നത് ഓൾറെഡി ലംബമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ബി സിയിലേക്കുള്ള അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എച്ച് ഡിയും ലംബമാണെന്ന് പറഞ്ഞത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എച്ച് ഡി ലംബമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരേ ലൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം സിൻസ് എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. എ ഡി ബി സിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എച്ച് ഡിയും ബി സിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വശം നോക്കാം. അപ്പോൾ ഈ ബി എച്ച് എടുത്തെന്ന് വിചാരിക്കാം. ബി എച്ച് എന്ന് പറയുന്ന വശം, ഈ വശത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഏതാണെന്ന് നോക്കണം. ഏതാണ്? ഈ വശത്തിലേക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ അല്ലേ. അതായത് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി തന്നെ വേണം അല്ലേ. അപ്പോൾ അതായത് ഈ വശത്തേക്ക് ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഇങ്ങനെ, ഇത് പെർപെൻഡിക്കുലർ അല്ല അല്ലേ, ഇത് നമുക്കറിയാം മോർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ വരുന്നത് എവിടെയാണ്? ഈ വശം നോക്കിയാൽ ഇങ്ങോട്ട് കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ വരുന്നത് ഈ സിയിൽ നിന്ന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി വരുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ നമുക്ക് എഴുതാം ബി എച്ചിലേക്കുള്ള പെർപെൻഡിക്കുലർ ഏതാണ്? സി ഇ ആണ് അല്ലേ. അപ്പോൾ സി ആണ് ഇതിലത്തെ അടുത്ത ഒരു ലംബം ചെറിയ ത്രികോണത്തിൻ്റെ. സി ഇ പെർപെൻഡിക്കുലർ ടു ബി എച്ച്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ രണ്ടാമത്തെ വശത്തിലേക്കുള്ള ലംബം ഏതാണ്? സി ഇ ആണ്. ഈ സി ഇ ആണ് ഇതിന് പെർപെൻഡിക്കുലർ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കാരണം എന്താണ്? ഇവിടെ നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. എങ്ങനെ അറിയാൻ കഴിഞ്ഞു? നമുക്ക് നാം മുമ്പ് പറഞ്ഞു ഈ വലിയ ത്രികോണം നോക്കാം, ബി ഇ അല്ലേ. ബി ഇ എ സിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ 90 ഡിഗ്രി ആണെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബി എച്ച്. അപ്പോൾ ബി എച്ചിനും സി ഇ എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ എഴുതാം ഇത് ബി ഇ എ സിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് നമ്മൾ സി ഇ ബി എച്ചിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതാം സിൻസ് ബി ഇ പെർപെൻഡിക്കുലർ ടു എ സി, സി ഇ ഈസ് പെർപെൻഡിക്കുലർ ടു ബി എച്ച്. ഇവിടെ ഈസ് കൂടി എഴുതിക്കുക. സി ഇ ഈസ് പെർപെൻഡിക്കുലർ ടു ബി എച്ച്. ഇനി നമ്മുടെ ചെറിയ ത്രികോണത്തിൽ അടുത്ത വശം ഏതാണ്? സി എച്ച് ആണ് അല്ലേ. അപ്പോൾ സി എച്ചിലേക്കുള്ള ലംബം ഏതാണെന്ന് നോക്കിയേ. സി എച്ചിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോർണർ ഇതാണ്. അപ്പോൾ ബിയിൽ നിന്നുള്ള 90 ഡിഗ്രി വരണം അല്ലേ. എവിടെയാണ് 90 ഡിഗ്രി വരുന്നത്?
ഇതിങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് 90 ഡിഗ്രി കിട്ടുന്നത് അല്ലേ. അതായത് ഈ വശത്തേക്കുള്ള ലംബം ഏതാണ്? BF ആണ് അല്ലേ. അപ്പോൾ ഈ മൂന്നാമത്തെ വശം CH എന്ന് പറഞ്ഞ വശത്തിലേക്കുള്ള ലംബം ഏതാണ്? ലംബമായത് ഈ കോർണറിൽ നിന്നുള്ള ലംബമായ ദൂരം ഏതാണ്? BF ആണ്. BF ഈസ് പെർപെൻഡിക്കുലർ ടു CH. അപ്പോൾ നമ്മൾ BF ഈസ് പെർപെൻഡിക്കുലർ ടു CH എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കിവിടെ 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? നാം മുമ്പ് പറഞ്ഞു എന്ത്? CF ABക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് നാം പറഞ്ഞു അല്ലേ. ഈ CF ABക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ABയുടെ ഒരു ഭാഗം തന്നെയാണ് BF അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BFും എന്തിന് പെർപെൻഡിക്കുലറായി മാറും? CHന് പെർപെൻഡിക്കുലർ മാറും അല്ലേ. CFന് പെർപെൻഡിക്കുലർ ആവും, അതിൻ്റെ ഭാഗം തന്നെയാണ് CHും. മനസ്സിലായില്ലേ? സിൻസ് CF ഈസ് പെർപെൻഡിക്കുലർ ടു AB. CF ABക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അതിൻ്റെ ഒരേ ഭാഗങ്ങൾ, അതായത് BFും CHും പെർപെൻഡിക്കുലർ ആണ്. അതായത് ചുരുക്കത്തിൽ ഈ ചെറിയ ത്രികോണത്തിൻ്റെ 3 ലംബങ്ങൾ, ഒന്ന് HD ഈ വശത്തിലേക്കുള്ള ലംബം, അടുത്ത് നമ്മൾ ഈ ത്രികോണത്തിലെ ഈ വശത്തിലേക്കുള്ള ലംബം ഏതാണ്? ഇവിടെ നിന്ന് CE. അപ്പോൾ അത് എഴുതി. ഇനി നമുക്ക് ഈ വശം CH എന്ന് പറഞ്ഞ വശം, ആ വശത്തിലേക്കുള്ള ലംബം ഏതാണ്? CH എന്ന വശം എന്ന് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് BF. അപ്പോൾ നമുക്ക് കിട്ടി ഈ ചെറിയ ത്രികോണത്തിൻ്റെ 3 ലംബങ്ങൾ. അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ചെറിയ ത്രികോണത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡുകൾ. ഇനി ഈ ആൾട്ടിറ്റ്യൂഡുകൾ എവിടെ കൂട്ടിമുട്ടെന്ന് നോക്കിയേ? HD നോക്കിയാൽ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അത് അടുത്ത ഏതാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇതാണ് അടുത്തത് BF. ഇനി ഇത് 3 നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താലും സംഭവിക്കും. എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? Aയിലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ത്രികോണത്തിൻ്റെ ലംബകേന്ദ്രം, അതായത് ഓർത്തോ സെൻറ്റർ ഏതാണെന്ന് പറയാം? A ആണെന്ന് പറയാം. അപ്പോൾ ആദ്യം ഇതേപോലെ എഴുതി വെക്കുക. സിൻസ് AD പെർപെൻഡിക്കുലർ ടു BC, AD BCക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് HD ഈസ് പെർപെൻഡിക്കുലർ ടു BC. പിന്നെ സിൻസ് BE ഈസ് പെർപെൻഡിക്കുലർ ടു AC, ACക്ക് BE പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് CE ഈസ് പെർപെൻഡിക്കുലർ ടു BH. അടുത്ത സിൻസ് CF ഈസ് പെർപെൻഡിക്കുലർ ടു AB, BF ഈസ് പെർപെൻഡിക്കുലർ ടു CH. 3 altitudes ഓഫ് ട്രയാങ്കിൾ ചെറുതേതിന് HBC. 3 ആൾട്ടിറ്റ്യൂഡുകൾ HD, CE ആൻഡ് BF. It is the orthocenter of ട്രയാങ്കിൾ HBC. ത്രികോണം HBCയുടെ 3 ലംബങ്ങൾ അല്ലേ, 3 ലംബങ്ങൾ HD, CE, BF അല്ലേ. ഈ 3 ലംബങ്ങളും Aയിലാണ് കൂട്ടിമുട്ടുന്നത്. ആയതിനാൽ A ആണ് അതിൻ്റെ ഓർത്തോ സെൻറ്റർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ തുറന്ന് തന്നെ എഴുതണം. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കൂട്ടിമുട്ടാം.